പാലക്കാട് കൃഷിയും രാഷ്ട്രീയവും ഇടചേർന്ന് ശക്തമായ മത്സരമൊരുക്കുന്ന മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടി. എന്നാൽ അതൊരു ആക്സിഡൻ്റൽ റിസൾട്ട് ആയിരുന്നു എന്ന് പറയുകയും ഇക്കുറി തിരിച്ചു പിടിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പിക്കുകയാണ് LDF. എന്നാൽ ഞങ്ങളെ എഴുതിത്തള്ളാൻ സാധിക്കില്ല എന്ന് BJPയും പറയുന്നു. യഥാർത്ഥത്തിൽ ആർക്കനുകൂലമാണ് ഇന്ന് പാലക്കാട്? പരിശോധിക്കാം. ആദ്യം ശ്രീജിത്ത് പണിക്കറിലേക്ക്. ശ്രീജിത്ത് പണിക്കർ, പാലക്കാട് ഒരു വ്യത്യസ്തമായ, നമ്മൾ പറയുമല്ലോ കരിമ്പനകളുടെ നാട്, വ്യത്യസ്തമായ ഒരു കാറ്റ്, എല്ലാം കൊണ്ടും ഡിഫറൻ്റായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഇക്കുറി ആർക്കായിരിക്കും പാലക്കാട് കൂടുതൽ സാധ്യത? നമ്മൾ ഈ പത്തനംതിട്ട മണ്ഡലത്തിനെ പറ്റി ഒരു ട്രഡീഷണൽ UDF മണ്ഡലമാണെന്നൊക്കെ പറയുന്നത് പോലെ പാലക്കാട് സത്യത്തിലൊരു ട്രഡീഷണൽ LDF മണ്ഡലമാണ്. ആ പാലക്കാട്ടെ കാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊരു ഇടത് കാറ്റാണ്, ഇടതുവശത്തു കൂടി അടിക്കുന്ന ഒരു കാറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നടന്നിരിക്കുന്ന ഒരു അബറേഷനാണ് എന്ന് പറയാം. കഴിഞ്ഞ തവണ ഏതാണ്ട് 11,000 വോട്ടിനോ മറ്റോ ആണെന്ന് തോന്നുന്നു ശ്രീ VK ശ്രീകണ്ഠൻ ജയിച്ചത്. പക്ഷേ അത് കോൺഗ്രസ് ക്യാമ്പുകളിലോ VK ശ്രീകണ്ഠൻ പോലുമോ പ്രതീക്ഷിച്ച വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അതിശക്തമായിട്ട് ഒരു LDF വിരുദ്ധ വികാരം ആ തെരഞ്ഞെടുപ്പിലുള്ളപ്പോൾ പോലും ജയിക്കും എന്ന് ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഒരു പക്ഷേ MP രാജേഷ്. അദ്ദേഹത്തിൻ്റെ ഹാട്രിക് വിജയം കൂടി ആകുമായിരുന്നു. പാലക്കാട് LDFൻ്റെ ആൾക്കാർ മുമ്പ് ഹാട്രിക് ജയം നേടിയിട്ടുണ്ട്. NN കൃഷ്ണദാസ് പോലും നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരാളായിരുന്നു. കാരണം പാർലമെൻറ്റിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണെങ്കിലും ഒക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് MP രാജേഷിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് രാജേഷ് പരാജയപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇടത് ക്യാമ്പുകളാരും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല. ഞാൻ തന്നെ ഒരു സോഴ്സിൽ നിന്ന് അറിഞ്ഞത് വളരെ വലിയ രീതിയിലുള്ള ഒരു അദ്ദേഹത്തിനുള്ള സ്വീകരണവും മറ്റു കാര്യങ്ങളുമെല്ലാം CPM പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ്, പിറ്റേ ദിവസം ജയിച്ചതിന് ശേഷം എന്ന രീതിയിൽ വിചാരിക്കുന്ന സമയത്താണ്. ആത്മവിശ്വാസം ഉണ്ടായോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഉണ്ടാവും. അത് അമിതമെന്ന് ഞാൻ പറയുന്നില്ല, അത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ ഇടപെടൽ എനിക്കൊന്നും ഒരു യുവജന സംഘടനയിൽ പ്രവർത്തിച്ചു വന്നപ്പോൾ പോലും ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. അതെ, ഇന്നത്തെ യുവജന സംഘടനാ പ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ നേതാക്കളൊക്കെ മാതൃകയാക്കേണ്ട രീതിയിൽ തന്നെയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ജയിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരാൾ ഈ ദാവീദും ഗോലിയാത്തും എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് ഒരു വിന്നർ അവിടെ ഉണ്ടാകുന്നു. അദ്ദേഹം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത്ര വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന എല്ലായിടത്തുമുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ജയിക്കുന്നു. അപ്പോൾ ആ മണ്ഡലം തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഒരുപക്ഷെ മറ്റ് പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടെ കാറ്റ് ഞങ്ങളുടെ കാറ്റാണ് എന്ന് പറയേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടി CPMനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ അതിശക്തമായിട്ടുള്ള ഒരു മത്സരം CPM കാഴ്ചവെക്കുകയും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ എനർജിയും അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. പൊതു സ്വഭാവം പാലക്കാടിൻ്റെ ഇടതാണെന്ന് നമ്മൾ ഇപ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനു മുമ്പേ ഈ കൃഷ്ണദാസിന് തൊട്ട് മുമ്പേ VS വിജയരാഘവൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് 2 തവണ അടുപ്പിച്ചടുപ്പിച്ച് ജയിച്ച ഒരു മണ്ഡലമാണത്. അതിനുശേഷം A വിജയരാഘവൻ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം തന്നെ VS വിജയരാഘവൻ വീണ്ടും ജയിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറിയും തിരിഞ്ഞും വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. പക്ഷേ ഞാൻ കാണുന്ന ഒരു പ്രശ്നം കോൺഗ്രസിൻ്റെ യുവനിര അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ ഫാക്ഷണലിസം, ഗ്രൂപ്പ് പ്രവർത്തനം വലിയ തോതിൽ അവിടെ പ്രകടമാകുകയും അങ്ങനെ കോൺഗ്രസിന് അവിടെ ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുകയും താഴോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന DC പ്രസിഡന്റ് വലിയൊരു പദയാത്ര അവിടെ നടത്തി, ആ മണ്ഡലത്തിലുടനീളം പദയാത്ര നടത്തിയാണ് ഇത് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇത്തവണ അങ്ങനെ അത്ര പെട്ടെന്ന് ശ്രീകണ്ഠനെ അവിടെ പരാജയപ്പെടുത്താനാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇതൊക്കെ നിൽക്കുമ്പോഴും നിലവിൽ ഒരു ആൻറ്റി ഇൻക്യുംബൻസി എന്ന് പറയുന്ന ഒരു വേവ് ഉടനീളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മണ്ഡലത്തിൽ എങ്ങനെ വരും? അല്ല, നോക്ക്, 2 കാര്യമാണ്. ഒന്ന്, ശ്രീകണ്ഠൻ ജയിച്ചത് ഒരു വലിയ മാർജിനിലല്ല, ഒരു ലോക്സഭാ മണ്ഡലത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ മാർജിനിലല്ല. അപ്പോൾ രണ്ടാമത് മത്സരിക്കുന്ന സമയത്ത് ആ മാർജിനിലേക്കെങ്കിലും എത്തുക അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് ശ്രീകണ്ഠന്. വലിയ മാർജിനിലല്ലെന്ന് പറയുമ്പോൾ കൂടി ഇപ്പോൾ MP വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചു ഏതാണ്ട് 1,00,000 വോട്ടിനാണ് MP രാജേഷ് അവിടെ ജയിക്കുന്നത്. ആ വോട്ടിനെ മറികടന്നിട്ട് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ശ്രീകണ്ഠൻ ഉണ്ടാക്കി. അപ്പോൾ വലിയ മാർജിൻ അല്ല എന്ന് നമുക്ക് പറയാനാകുമോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടുത്തെ പൊതു സ്വഭാവം. കഴിഞ്ഞ ഒരു സിൽവർ ജൂബിലി നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു സിൽവർ ജൂബിലി അവിടെ CPM കയ്യിൽ വെക്കുന്നതാണ് ഓൾമോസ്റ്റ്. അപ്പോൾ അതിനു മുമ്പാണ് നമ്മൾ ഈ പറയുന്ന VS വിജയരാഘവൻ വരുന്നതും മറ്റൊരു വിജയരാഘവൻ വരുന്നതും വീണ്ടും VS വിജയരാഘവൻ വരുന്നതും ഒക്കെ നടക്കുന്നത്. അതിനുശേഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NN കൃഷ്ണദാസിനെ പോലൊരാൾ. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന മേഖലകളിലൊന്നും തന്നെ നമ്മൾ പറയുന്ന ഒരു പേരല്ല NN കൃഷ്ണദാസ്. ഒരു ഹാർഡ് കോർ CPMൻ്റെ ആൾ എന്ന രീതിയിൽ നിൽക്കുന്ന ആളാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം പോലും അദ്ദേഹം 3 തവണ പാർലമെൻറ്റിൽ പോയതിനു ശേഷവും കേരളം ഒന്നാകെ പരത്തുന്നതിന് പോലും ശ്രമിച്ചിട്ടുള്ള ഒരാളുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെ അടുപ്പിച്ച് 3 തവണ ഇവിടെ പോയപ്പോൾ അദ്ദേഹത്തിനേക്കാൾ നമുക്കൊരു പക്ഷേ ചെറുപ്പം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇടപെടലുകൾ കൊണ്ടാണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന രാജേഷിന് 3rd ടൈം കിട്ടാതെ പോയ ഇലക്ഷനാണത്. നമ്മളത് ഈ 10,000 എന്ന് പറയുന്നത് നിലനിർത്തുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 1 ലക്ഷത്തിനെ കവർ ചെയ്തിട്ട് കിട്ടിയതാണ്. അത് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ പറയുന്ന +10 എന്ന് പറയുന്നതാണ്. ഒറിജിനലി അതിന് അദ്ദേഹം കവർ ചെയ്തെടുത്തിരിക്കുന്ന വോട്ട് ഈ കോർ CPM വോട്ടിലേക്ക് പോകേണ്ടതാണ്. അതിന് പല ഫാക്ടറുണ്ട്. അതിനൊരു പക്ഷേ സാമുദായികമായിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നിരിക്കാം, ശബരിമല വിഷയം ഉണ്ടായിരുന്നിരിക്കാം, അപ്പുറത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും തന്നെ ഇത്തവണ പുതുമയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ഇപ്പോൾ രാജേഷ് അവിടെ വന്ന് മത്സരിക്കാനുള്ള സാധ്യത എന്തായാലും നിലവിലില്ല. പക്ഷേ കുറച്ചുകൂടി ശക്തനായിട്ടുള്ള സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ വളരെ നല്ലൊരു മത്സരം അവിടെ നടക്കും. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വോട്ട് അവിടെ ഉള്ള ഒരു മണ്ഡലമാണ്. അതിപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാലോ C കൃഷ്ണകുമാർ മത്സരിച്ചാലോ ഒക്കെ തന്നെ കുറച്ച് വോട്ട് സമാഹരിക്കാൻ പറ്റുന്നതാണ്. അതൊരു ഓർഗാനിക് ഗ്രോത്ത് BJPക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള, അതായത് ഈ 1 ലക്ഷത്തിനെ ഒരു 10,000 കൂട്ടി തിരിച്ചു പിടിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ CPMന് എളുപ്പമാണ് ഈ നിലവിലുള്ള 10,000-ത്തിനെ കവർ ചെയ്തിട്ട് മറ്റൊരു 20,000 കൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. പിന്നെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മണ്ഡലത്തിലുള്ള ഒരാളാണ്. നമ്മൾ എങ്ങനെയാണ് ആൻ്റോ ആൻ്റണിയെ പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മണ്ഡലത്തിലുള്ള ആളാണ്. പലപ്പോഴും ഈ കേന്ദ്ര നേട്ടങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെതാണ് എന്ന രീതിയിൽ റെയിൽവേ വികസനം അവിടെ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടതാണ് ഈ വന്ദേ ഭാരത് ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വിവാദത്തിനെയൊക്കെ ആ വഴിക്ക് വിട്ടാൽ പോലും മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്, മൊബിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട് എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ അവഗണിക്കപ്പെടേണ്ടുന്ന ഒരാളല്ല. കാരണം കിട്ടിയ ഒരവസരം അത് ഈ പറഞ്ഞതുപോലെ ഒരു അബറേഷനായിട്ട് വന്നതാണെങ്കിലും അതിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ച ആളാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഒരു ഇടത് സ്വഭാവം ആയതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം മറ്റേതെങ്കിലും ഒരു മണ്ഡലം റിക്കവർ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള മണ്ഡലങ്ങളാണ് ഒരുപക്ഷേ ഈ പാലക്കാട് അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന ആലത്തൂർ പോലെയുള്ള മണ്ഡലങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CPM ശ്രമിക്കുമെന്നത് തോന്നുന്നത്. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യമാണ്.